രക്ഷിക്കണേ. അയ്യോ കൊച്ചളിയ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഈ ഭൂമി എന്താ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നേ? ഇവരുടെ കളികളൊക്കെ തീരുന്നത് വരെ ഇവിടെ എങ്ങനെ ഒളിച്ചിരിക്കുന്നതാ നല്ലത്. സംശയമുണ്ടോ? എനിക്കിട്ട് എന്തോ ഒരു പണി വരാൻ പോകുന്ന പോലൊരു തോന്നല്. എന്താണോ എന്തോ. സംശയമുണ്ടോ? ഓടിക്കോ, കുറച്ചും കൂടി സ്പീഡിൽ ഓടാൻ നോക്കേ. അത് ശരിയാ, നീ പറഞ്ഞത് ശരിയാണ്. തൽക്കാലം നീ ഇവിടെ നിക്കേ. നീ എന്നെ പിടിച്ചു നിർത്തോ? അതിനെ പിടിച്ചു നിർത്തിയല്ലോ. താനിനി വേഗം പൊക്കോ, ഇല്ലെങ്കിൽ ഹണിച്ചേട്ടനിൽ നിന്ന് ഇടി വാങ്ങും. അല്ല, ഞാനെന്തിനാ ഇടിക്കുന്നേ? ഇവൻ എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്, കളിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ ഇവനെ ഇടിച്ച് പപ്പടാക്കണം. ഇവൻ എന്നെ ഇടിക്കുന്നാണോ? എങ്ങനെയുണ്ടായിരുന്നു മോനെ? എന്റെ ഹണിച്ചേട്ടനെ കളിയാക്കുന്നോടാ. അത് ശരി, ഇവൻ എന്നെ കളിയാക്കിയതാണ് അപ്പോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിക്കടാ, നിനക്കിട്ടുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ തരാം. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഇന്ന് നിന്റെ കാര്യം പോക്ക. എന്തുവാടേ കാണിക്കുന്നേ? ഒരു പൂച്ചയായിട്ട് പോലും മറ്റൊരു പൂച്ച ഇങ്ങനെ പട്ടിയെ പോലെ തല്ലാമോ? അതിന് നീ പൂച്ചയല്ലല്ലോ, പൂച്ചയുടെ രൂപത്തിലുള്ള റൗഡിയല്ലേ. ഇവിടെ ഓടി രക്ഷപ്പെടുത്തുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് ഇനിയും ഞാൻ ഒരുപാട് വാങ്ങിച്ചു കൂട്ടും. അവന്റെ ഓട്ടം കണ്ടില്ലേ, മരമാക്രി. നിങ്ങൾ എവിടെ കിടന്ന് കറങ്ങുമായിരുന്നു? ആ പൂച്ച എങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ എന്തായാലും അവസ്ഥ? അച്ഛനും അമ്മയും പുറത്തു പോയേക്കാണ്. അപ്പൊ എനിക്ക് ബോറടിച്ചു, അതുകൊണ്ട് ഞാൻ കൂട്ടുകാരുടെ കളിക്കുമായിരുന്നു. അപ്പോഴേ ഇവ എന്നെ കണ്ടത്. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ, പുറത്ത് കളിക്കാതിരിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ആ പൂച്ച ഉണ്ടല്ലോ നിന്നെ വീണ്ടും ശല്യം ചെയ്യാൻ വന്നെന്ന് വരും, പിന്നെ പ്രശ്നവും. ചേട്ടൻ പറഞ്ഞ സത്യമാണോ? ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്ന് കളിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലേ? അതിനെന്താ, നീ വന്നോന്നേ. എങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരെ കൂടെ വിളിച്ചോട്ടെ. അതിനെന്താ, വിളിച്ചോ. നീ ഒരു കാര്യം ചെയ്യ, നമ്മുടെ എല്ലാ കൂട്ടുകാരെയും കൂട്ടി ഹണിച്ചേട്ടന്റെ വീട്ടിലേക്ക് വന്നേക്ക്, കേട്ടോ? ഓക്കേ, ഞാൻ ഇപ്പൊ തന്നെ എല്ലാ കൂട്ടുകാരെയും വിളിച്ചു കൊണ്ടുവരാം. അല്ല, നിനക്കിവിടെ എന്താണ് കാര്യം? അത് പിന്നെ ഒരു പൂച്ച ഇവളെ പിടിക്കാൻ ഇവളുടെ പുറകെ കൂടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ കളിച്ചാ മതിയെന്ന്. ഇന്നെന്തായാലും ഹണി കുറച്ച് ബുദ്ധി ഉപയോഗിക്കുന്നല്ലോ. സംശയമുണ്ടോ? അതെ, ഞാൻ വളരുന്നതിനനുസരിച്ചേ എന്റെ ബുദ്ധിയും കുറേശ്ശായിട്ട് വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഹായ്. ഹായ് ചേട്ടന്മാരെ. ഹായ്. ഇവൻ എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കാറുണ്ട്. സോറി ബണ്ണി ചേട്ടാ, സോറി. ഇതെന്താ അങ്കണവാടി വലുതുമാണോ? ഹണിച്ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളാൻ. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കി തരോ സോറിദാറേട്ടാ? ഇവരുടെ ഈ കളിയാണ് നല്ല രസമുണ്ട്. എല്ലാരും നമ്മളെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്ന കേട്ടില്ലേ? ചേട്ടാന്ന് വിളിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, അത് കേട്ടായിരുന്നോ? കുഴപ്പമില്ല പോപ്പട്ടെ, അവര് കുട്ടികളല്ലേ. ഞാൻ ഇവർക്ക് വേണ്ടി പക്കോട ഉണ്ടാക്കാം. ഹണിച്ചേട്ടാ, പോപ്പച്ചേട്ടാ, ബണ്ണിച്ചേട്ടാ, വേഗം വാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഫുട്ബോൾ കളിക്കാം. ഓക്കേ.
ഇതുകൊണ്ടാ ഞാൻ ഈ കളിക്ക് കൂടാത്തത്. ഇത്രയും വലിയ ഫുട്ബോളിന് അത്രയും ചെറിയ ഫുട്ബോൾ കളിക്കാൻ കൊടുക്കണ്ടായിരുന്നു. എപ്പോ നോക്കിയാലും നിനക്ക് കളിയാക്കാനേ നേരുള്ളൂ. ഒരു ദിവസം ഞാൻ നിന്റെ മുകളിൽ കേറിയിരിക്കും, നോക്കിക്കോ. അയ്യോ വഴക്ക് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാം. ഞാൻ പോയി കഴിക്കാൻ എന്തേലും ആയെന്ന് നോക്കിട്ട് വരാം. കുട്ടികൾക്ക് ഒരുപാട് സന്തോഷാവും. നല്ല പക്കോട, അടിപൊളി. ഈ പക്കോടയ്ക്ക് നല്ല രുചിയുണ്ട് സോർദാറേട്ടാ. 2-3 പ്ലേറ്റ് കൂടുതൽ ഉണ്ടാക്കാമോ? 2-3 പ്ലേറ്റോ? മോളെ, ബാക്കി കുട്ടികൾക്ക് കൂടി കഴിക്കണ്ടേ? അതിനുശേഷം ബാക്കിയുള്ളവർക്ക് കൂടി ഉണ്ടാക്കിയ പോരെ? മിക്കവാറും ഇന്നത്തെ ദിവസം ഞാൻ പക്കോട ഉണ്ടാക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. കുട്ടികളെ, ഇനി നമുക്ക് താഴെ ഇരുന്ന് അന്താക്ഷരി കളിക്കാം. എന്താ സംശയമുണ്ടോ? അയ്യേ, ഈ അന്താക്ഷരി എന്നൊക്കെ പറയുന്നത് ഒരു കളിയാണോ പോപ്പറ്റി ചേട്ടാ? നമുക്കൊരു കാര്യം ചെയ്യാം, കള്ളനും പോലീസും കളിച്ചാലോ? അതെ. അപ്പൊ ഇതിലെ പോലീസ് ആകാൻ പോകുന്നതാരാ? ഞാനാവാ. നിങ്ങൾ എല്ലാവരും ഓടിക്കോ, ഞാൻ നിങ്ങളെ എല്ലാവരും ഓടിച്ചിട്ട് പിടിക്കാം. കൊള്ളാലോ പക്കോട. അടിപൊളി പക്കോടയാണല്ലോ സോർദാറേട്ടോ. എനിക്ക് വേണ്ടി 3 പ്ലേറ്റ് കൂടി ഉണ്ടാക്കി വെക്കണേ, ഞാൻ ഇപ്പോ തന്നെ വരാം. ഇവരെന്താ 3 പ്ലേറ്റിൽ കുറഞ്ഞതൊന്നും കഴിക്കാറില്ലേ? രക്ഷിക്കണേ, അയ്യോ. കൊച്ചലിയെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഈ ഭൂമി എന്താ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നേ? ഇവരുടെ കളികളൊക്കെ തീരുന്നത് വരെ ഇവിടെ എങ്ങനെ ഒളിച്ചിരിക്കുന്നതാ നല്ലത്. സംശയമുണ്ടോ? എനിക്കിട്ട് എന്തോ ഒരു പണി വരാൻ പോകുന്ന പോലൊരു തോന്നല്. എന്താണോ എന്തോ? സംശയമുണ്ടോ? എടാ കഴുതേ, നീ എന്ത് പണിയാടാ കാണിച്ചു വെച്ചേ? ഞാനൊരു പണിയും ചെയ്തില്ല കൊച്ചലിയ. വേണമെങ്കിൽ നമ്മുടെ വീട്ടിലൊന്ന് കളിച്ചോളെന്നെ പറഞ്ഞുള്ളൂ. വേണ്ട, വീട്ടിനകത്ത് കളിക്കരുത്. ആഹാ, രക്ഷപ്പെട്ടു. അയ്യോ, താഴെ വീഴും. അത് കൊരങ്ങന്റെ കുട്ടിയല്ലേ, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് പരിചയമുള്ളതാ, അത് വീഴൊന്നുമില്ല. കഴുതേ, ഫാനിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. ഓഹോ, ഇങ്ങനെ പോയാ എവര് ഈ വീട് തല കീഴായി മറിച്ച് വെക്കും. കുട്ടികളെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വീടിനകത്തല്ല, പുറത്തു പോയി കളിക്കാൻ നോക്ക്. പക്കോട തയ്യാറാണ്. അയ്യോ, എന്താ ഈ ചെയ്യുന്നത്? പക്കോട താഴെ വീഴും. നോക്ക് പക്കോട. ലഞ്ച് ടൈം. നിങ്ങൾ 4 പേരും ചേർന്ന് ഞങ്ങളുടെ മക്കളെ എത്ര നന്നായാ നോക്കിയത്. വെരി ഗുഡ്. എനിക്ക് വേണ്ടി മാംഗോ ഷേക്ക്. ഒരു 2 ബക്കറ്റ് റോസ് മിൽക്ക് വേണം. പിന്നെ എനിക്ക് വേണ്ടി ഒരു ഷാർജ ഷേക്ക്. അതിനിപ്പോ ഷാർജയിൽ പോണ്ടേ നമ്മളെ? അയ്യോ, ഷാർജയിലൊന്നും പോവണ്ട, ഇവിടെ ഷാർജ ഷേക്ക് ഉണ്ടാക്കിയത് കാണിച്ചേട്ടോ. ഇവര് ചേട്ടാന്ന് വിളിക്കുമ്പോണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. കുട്ടികൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ അവർക്ക് കിട്ടും. സംശയമുണ്ടോ? നമ്മുടെ ഈ സോർദാർ ഉണ്ടാക്കി തരും.
വീടോ ചീത്തയാക്കി ഇനി മുറ്റം കൂടി ചീത്തയാക്കാൻ പോവാണോ? നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട കൊച്ചളിയാ. വാ നമുക്ക് സോർദാറിനെ അടുക്കളയിൽ പോയി സഹായിക്കാം. വരൂ കുട്ടികളെ, ദാ പക്കോട തയ്യാറാണ്. പപ്പു, പിങ്കി, ചിന്നു, മുന്നു, നിങ്ങൾ എവിടെയാണ്? നമ്മൾ ഇവരെ അന്വേഷിച്ച് എവിടേക്കാ പോയത്? ദാ നോക്കി, അവരൊക്കെ ദാ ഇവിടെ ഇരിപ്പുണ്ട്. അതും വളരെ സൈലന്റ് ആയിട്ട്. എന്റെ ഹസ്ബൻഡേ ബോക്സറാ, ബോക്സർ. പക്ഷെ അദ്ദേഹത്തിന് പോലെ കുട്ടികളെ ഇങ്ങനെ ഇരുത്താൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് എന്റെ മോൻ തന്നെയാണോ? ദാ കുട്ടികളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ജ്യൂസ് ഇതാ തയ്യാറാണ്. നിങ്ങൾ 4 പേരും ചേർന്ന് ഞങ്ങളുടെ മക്കളെ എത്ര നന്നായാ നോക്കിയത്. വെരി ഗുഡ്. അതിനെന്താ, കുട്ടികളല്ലേ നമുക്കെല്ലാം. കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ സത്യത്തിൽ അച്ഛനമ്മമാർക്കാ ടെൻഷൻ. ഇതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. വേണമെങ്കിൽ ദിവസം വരെ ഇങ്ങോട്ട് വിട്ടോ. അതെ, പക്ഷെ പ്ലീസ് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്കണേ.